സ്നേഹപ്പെട്ട എല്ലാവർക്കും ബന്ധത്തിലേക്ക് സ്വാഗതം. യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നത് ദാഹിക്കുകയുമില്ല, വിശയ്ക്കുകയുമില്ല. എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയുമില്ല. യോഹന്നാൻ 6:35 ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നതിന് വിശയ്ക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയുമില്ല. യോഹന്നാൻ 6:35 ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രണ്ട് പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം, അവൻ സംസാരിച്ച അപ്പം ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. വാക്യം 32. രണ്ടാമതായി, പാപമോചനത്തിനായി ആളുകൾ യേശുവിനെ ആശ്രയിക്കുമ്പോൾ അവർ അവനുമായി ശരിയായ ബന്ധത്തിൽ പ്രവേശിക്കുകയും അവർ ആത്മാവിൻ്റെ ഓരോ ആഗ്രഹത്തിനും തൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ അപ്പം ശാശ്വതവും ആത്മീയമായ ഭക്ഷണമാണ്. അത് സംതൃപ്തിയിലേക്ക്, ജീവനിലേക്ക് നയിക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പമായ യേശുവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മൾ അവനെ ആഗ്രഹിക്കും. അവൻ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും, പരിവർത്തനം ചെയ്യുകയും ചെയ്യും. നമ്മുടെ ആത്മാവിൻ്റെ അഗാധമായ ആഗ്രഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്താനാകില്ല. നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? യേശുവിനെ കൂടുതൽ ആഗ്രഹിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതിന് പ്രായോഗികമായ കാര്യങ്ങൾ എന്തൊക്കെ? പ്രാർത്ഥിക്കാം. യേശുവേ, ജീവൻ്റെ അപ്പമായ നിന്നെ ഞാൻ ആഗ്രഹിക്കുകയും എനിക്ക് വേണ്ടതെല്ലാം നിൻ്റെ വലിയ കരുതൽ കണ്ടെത്തുകയും ചെയ്യട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവം ദൈവം നിറക്കട്ടെ. കഴിഞ്ഞ ആഴ്ച കടന്നു വരാവുന്ന ആപത്താവുന്ന രോഗത്തൊക്കെ നമ്മൾ ദൈവം അത്ഭുതാതിശയമായി കാത്തുവച്ച് ദൈവം നന്ദി പറയുന്നു. പുതിയ ആഴ്ചക്കാരൻ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.